ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? കുറച്ച് നങ്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ നങ്കയാണ് കേട്ടോ. തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് കറി വെക്കാമെന്ന് ഓർത്തെ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഇവിടെ ചെറുതിന് നങ്കയെന്നും വലുതിന് മാന്തലെന്നുമാണ് പറയുന്നത് കേട്ടോ. ഇത് നങ്കയെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ എടുക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ സാധാരണ തേങ്ങ അരച്ച് മീൻ കറിക്ക് ചേർക്കുന്നതൊക്കെ മഞ്ഞൾ, പിന്നെ മുളക് പൊടി. അപ്പോൾ എടുത്ത സ്പൂണിൽ ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് ഇടുന്ന കേട്ടോ. ഇത് ഇഞ്ചി വെളുത്തുള്ളി അല്ല ഇഞ്ചിയും നമ്മുടെ ചുമന്നുള്ളി അതും പിന്നെ ഒരു തക്കാളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ പച്ചമുളകും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പച്ചമുളക് വലിയ പച്ചമുളക് ഉണ്ടല്ലോ, അത് 3-4 എടുത്തിട്ടുണ്ട് ഞാൻ. ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മാത്രമേ ഞാൻ പുളിക്ക് വേണ്ടി നമ്മുടെ മാങ്ങ ഇടത്തുള്ളൂ കേട്ടോ. മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അന്നേരം മാങ്ങ അങ്ങ് വെന്ത് പോകും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി തിളച്ച് പറ്റിയാൽ കറിക്കൊരു ടേസ്റ്റ് വരത്തുള്ളൂ. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നാൽ കറിക്കൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ പച്ചച്ചവ് വരും കറിക്ക്. അപ്പോൾ ഇത് കറി ഒരിച്ചിരി ഞാൻ തിളപ്പിച്ചതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാങ്ങ ഒന്ന് തിളച്ചിട്ടേ ഞാൻ ഈ മീൻ ഇടത്തുള്ളൂ. മറ്റുള്ള മീൻ പോലെയല്ലല്ലോ, ഇതിൽ ദശക്കനം കുറവായതുകൊണ്ട് പെട്ടെന്ന് വേവും ഈ മീൻ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മാങ്ങയുടെ ഒപ്പം ഇപ്പോൾ ഇതിട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ മാങ്ങയുടെ ഒപ്പം കിടന്ന് വേകുമ്പോൾ മീൻ പൊടിഞ്ഞു പോകും. പിന്നെ നമുക്ക് മീൻ അതിൽ നിന്ന് ഓരോന്നുമായിട്ട് കിട്ടത്തില്ല, പൊടിഞ്ഞു പോകും. ഇത് നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ പിന്നെ അതിൻ്റെ കറക്റ്റ് വേവിന് എടുക്കണം. ഇത് ഞാൻ മാങ്ങ വെന്തപ്പം അതിലോട്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം. മാങ്ങ പകുതി വേവായിട്ടുള്ള ഒന്ന് തിളച്ചതേ ഉള്ളൂ. ഉണ്ടോ, മാങ്ങ വെന്തിട്ടില്ല. അപ്പോൾ അതിലോട്ട് ഇനിയിപ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ കറിയുടെയൊക്കെ എണ്ണ തെളിഞ്ഞു കേട്ടോ. അപ്പം മീനും കൂടെ ആകുമ്പോൾ ഇനി പെട്ടെന്ന് നമുക്ക് കറി വെന്ത് ഇറക്കാൻ പറ്റും. മീനകത്ത് വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഇറങ്ങി പെട്ടെന്ന് മീൻ വേകാനുള്ള വെള്ളം ആ മീനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിരുന്നൊന്ന് വേകട്ടെ. അപാര ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാം, എങ്കിലും മാങ്ങ ഇട്ട് നങ്ക കറി ഒന്ന് വെച്ച് നോക്കും. ഞാൻ വെക്കുന്ന പോലെ ഒന്ന് വെച്ച് നോക്കാം. അപാര ടേസ്റ്റ്. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണേ. ലൈക്ക് ചെയ്യണം. പിന്നെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.